It's the Mickey Mouse Clubhouse. Come inside, it's fun inside. MICKEYMOUSE. Lovely morning. Hello, my dear little kids. How are you? All enjoy studying at home. Yeah, very good. Today we will learn about English pattern. Slanting line, standing line, sleeping line and curves. ഇംഗ്ലീഷ് ലെറ്റേഴ്സ് ഒക്കെ എഴുതുന്നത് എങ്ങനെയാണെന്ന് നമുക്കൊന്ന് പഠിക്കണ്ടേ. അതിനു മുമ്പ് സ്ലീപ്പിംഗ് ലൈനും സ്റ്റാൻഡിംഗ് ലൈനും ഒക്കെ എന്താണെന്നറിയണ്ടേ. അതിനുവേണ്ടി എന്ത് ചെയ്യണം? Close your eyes. Not cheating. Okay. Open. Yeah. What is this? This is a cute toy bear. This is a cute toy bear. This toy bear is standing on my hand. This toy bear is standing on my hand. This position is standing position. This position is standing position. Slowly, 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 slowly. Sleeping. This toy bear is sleeping on my hand. This position is sleeping position. This position is sleeping position. Okay. Wake up, wake up, wake up, wake up. This position is right slanting position. Right slanting position. Okay. Back, stand. Standing position. And slowly, slowly, slowly. Left slanting position. Left slanting position. Okay, understand? Yes. Dear friends, all of you stand up. Okay, this position is standing position. This position is standing position. Okay, sit down. കഴിഞ്ഞ ക്ലാസ്സിൽ നമ്മൾ ഒരു റൈം പഠിച്ചില്ലായിരുന്നോ? എന്ത് റൈം ആയിരുന്നു? Are you sleeping? അതിനകത്താണ് നമ്മൾ സ്ലീപ്പിംഗ് പൊസിഷൻ പഠിച്ചു അല്ലേ? ഓക്കെ, നമുക്ക് എന്ന് എഴുതി നോക്കണ്ടേ? ഇങ്ങനെയാ എഴുതുന്നേ നോക്കണ്ടേ? ഫസ്റ്റ് വൺ, take your index finger. Take your index finger. This finger is index finger. All of you take your own index finger and write from top and bottom. Standing line. All of you look here. ഇവിടെ ഒരു ബട്ടർഫ്ലൈയും ഒരു ഫ്ലവറും ഉണ്ട്. നമുക്ക് നോക്കാം ഈ ബട്ടർഫ്ലൈ എന്താ ചെയ്യുന്നതെന്ന്. ബട്ടർഫ്ലൈക്ക് താഴെയുള്ള ഈ ഫ്ലവറിൽ എത്തണം. അപ്പൊ എങ്ങനെയാ വരുന്നത് നോക്കിയാലോ. ബട്ടർഫ്ലൈ മോളിന്ന് പതുക്കെ താഴേക്ക് വരും. എങ്ങനെ നോക്കിയേ. ഫ്ലൈ 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 ആൻഡ് fly down, 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 down and reach the flower. Butterfly എങ്ങനെ എത്തിയിരിക്കേ? മുകളിൽ നിന്ന് താഴേക്ക് പതുക്കെ വന്നൂലേ. എന്താ ചെയ്തേ? സ്റ്റാൻഡിംഗ് ലൈൻ. ബട്ടർഫ്ലൈ എന്ത് ചെയ്തു?
ടോപ്പിൽ നിന്ന് ബോട്ടത്തിലേക്ക് താഴെയുള്ള heights. From top to bottom. This standing line. Butterfly makes standing line. Next. എല്ലാവരും റാബിറ്റിനെ കണ്ടിട്ടില്ലേ? നമ്മുടെ റാബിറ്റിന് ക്യാരറ്റ് ഭയങ്കര ഇഷ്ടോട്ടോ. ക്യാരറ്റ് ഞാൻ പോകുന്നത് എങ്ങനെയാന്ന് നോക്കിയേ, കണ്ടോ? പതുക്കെ നടന്ന് 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 പോകുന്നുണ്ടോ? ഓക്കെ, ക്യാരറ്റിന്റെ അടുത്ത് എത്തി. റാബിറ്റ് മേക്സ് സ്ലീപ്പിംഗ് ലൈൻ. റാബിറ്റ് മേക്സ് സ്ലീപ്പിംഗ് ലൈൻ. ഓക്കെ, ഇനി വേറെ ഒരു സ്ലീപ്പിംഗ് ലൈൻ പറയാം. നമ്മുടെ റോഡിൽ കൂടിയൊക്കെ വണ്ടി ഓടുന്ന കണ്ടിട്ടില്ലേ? ഉണ്ടല്ലോ, അതെങ്ങനെയാ? സ്ലീപ്പിംഗ് ലൈൻ. അണ്ടർസ്റ്റാൻഡ്? സ്ലാൻഡിംഗ് ലൈൻ ഉണ്ട് കേട്ടോ. നമ്മുടെ സ്ലീപ്പിംഗ് ലൈൻ കഴിഞ്ഞു. ഇനിയോ സ്ലാൻഡിംഗ് ലൈൻ. ലെഫ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ ആൻഡ് റൈറ്റ് സ്ലാൻഡിംഗ് ലൈൻ. ഓക്കെ, ഇനി നമുക്ക് കേഴ്സ് പഠിച്ചാലോ? ഏതൊക്കെ കേഴ്സ് ആണെന്നേക്ക്? ലെഫ്റ്റ് കർവ്, റൈറ്റ് കർവ്, ഡൗൺ കർവ്, അപ്പ് കർവ്. ഈ 4 കർവ്സും നമുക്ക് പഠിക്കണം. ഈ ബോർഡിലേക്ക് ഒന്ന് നോക്കിക്കേ, എങ്ങനെയാ വരയ്ക്കുന്നത് കണ്ടോ? അപ്പ് കർവ്, ഡൗൺ കർവ്, റൈറ്റ് കർവ് ആൻഡ് ലെഫ്റ്റ് കർവ്. ഓക്കെ, ഇനി ഇതൊക്കെ വരയ്ക്കുമ്പോ ഇനി നമ്മൾ എന്താ ചെയ്യണ്ടേ? Take your index finger. This finger is index finger. Take your index finger and write in air. ആദ്യം നമ്മൾ എങ്ങനെ എഴുതണം? ചുമ്മാ ഇങ്ങനെ ഒന്ന് എഴുതി നോക്കുക. ഇൻഡെക്സ് ഫിംഗർ എടുക്കുക. നമ്മള് സ്റ്റാൻഡിംഗ് ലൈൻ വരയ്ക്കുമ്പോ ടോപ്പിൽ നിന്ന് ബോട്ടം, ഫ്രം ടോപ്പ് ടു ബോട്ടം. സ്ലീപ്പിംഗ് ലൈൻ ആണെങ്കിലോ ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. എങ്ങനെയാ? ലെഫ്റ്റ് ടു റൈറ്റ്. സ്ലാൻഡിംഗ് ലൈനോ സ്ലാൻഡ് ചെയ്ത് തന്നെ ടോപ്പ് ടു ബോട്ടം. റൈറ്റ് സ്ലാൻഡിംഗ് ലൈനും സ്ലാൻഡിംഗ് അല്പം ചെരിഞ്ഞിട്ട് ടോപ്പ് ടു ബോട്ടം. Take your textbook, page number 9. Take this page number 9. Activity time. Standing line. നമുക്ക് ഇനി എഴുതി നോക്കാം എങ്ങനെയാണ് എഴുതുന്നത്. നമ്മുടെ ഈ 3 വിരൽ ഉപയോഗിച്ച് നമുക്ക് പെൻസിൽ പിടിക്കണം. എന്നിട്ട് നമുക്ക് ഈ ഡോട്ട്സ് ഒക്കെ ഒന്ന് യോജിപ്പിക്കാം. എങ്ങനെയാണെന്ന് നോക്കിയേ. ടോപ്പ് മുകളിൽ നിന്ന് തുടങ്ങി താഴേക്ക് നമ്മൾ വരയ്ക്കുന്നു. ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. ഇവിടെ മുകളിൽ നിന്ന് നമ്മൾ തുടങ്ങി ഈ ഡോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് താഴേക്ക് വരുന്നു. ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. ഇനി ഈ ഡോട്ട് നമുക്കിങ്ങനെ ജോയിൻ ചെയ്യാം. സ്റ്റാൻഡിംഗ് ലൈൻ. ഇങ്ങനെ ഈ ലൈൻസ് എല്ലാം കൂട്ടുകാർ ജോയിൻ ചെയ്യണം കേട്ടോ. ഇതാണ് സ്റ്റാൻഡിംഗ് ലൈൻ. ടോപ്പിൽ നിന്നും ബോട്ടം, ഫ്രം ടോപ്പ് ടു ബോട്ടം. നെക്സ്റ്റ് സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ നമ്മൾ സ്റ്റാർട്ട് ചെയ്യുന്നത് ലെഫ്റ്റിൽ നിന്നും റൈറ്റിലേക്ക്. ഇവിടെ നമ്മൾ ഈ ഡോട്ട് ചെയ്യുന്നുണ്ടോ, റൈറ്റിലേക്ക് പോവാണ്. നെക്സ്റ്റ് പിന്നെ ഇവിടെ നമ്മൾ ഈ ഡോട്ട് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നു. ഇങ്ങനെ ഈ ലൈൻസ് ഇവിടെ നോക്കി, ഇത് ഓടി പോകുന്നത് എങ്ങോട്ടാണ്? ഈ ഹൗസിലേക്ക്. അപ്പോൾ ഈ ലൈൻ ഇങ്ങനെ ജോയിൻ ചെയ്യണം. നെക്സ്റ്റ് ഈ ലൈൻ, ഇത് നമ്മളിങ്ങനെ ഡോട്ട്സ് ഇങ്ങനെ ജോയിൻ ചെയ്യുന്നു. സ്ലീപ്പിംഗ് ലൈൻ. ഇത് കംപ്ലീറ്റ് ചെയ്യുക. ടേക്ക് നെക്സ്റ്റ് പേജ്. നെക്സ്റ്റ് സ്ലാൻഡിംഗ് ലൈൻ. ഇത് ചെരിഞ്ഞുള്ള വരയാണ്. ഇടത് സൈഡിലേക്കും വലത് ലെഫ്റ്റിലേക്കും റൈറ്റിലേക്കും. സ്ലാൻഡിങ്. ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യണം. ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്യുന്ന കേട്ടോ. സ്ലാൻഡിങ് ലൈൻ. ഇനി നെക്സ്റ്റ് ഇത് നമ്മൾ ടോപ്പിൽ നിന്ന് തന്നെ സ്റ്റാർട്ട് ചെയ്യുന്നു.
ഇനി കേഴ്സ്, ഇത് നമ്മൾ ഡോട്ട്സ് ഇങ്ങനെ ജോയിൻ ചെയ്ത് പോകുന്നു. കൂട്ടുകാർ ഇതൊക്കെ ഇരുന്ന് ഡോട്ട്സൊക്കെ ജോയിൻ ചെയ്യണം. അതുപോലെ തന്നെ ഇത് കൃത്യമായിട്ട് ചെയ്യുകയും ചെയ്യണം. ഹോംവർക്കാണ്, ഇത് ചെയ്തിട്ട് മിസ്സിന് അയച്ചു തരികയും ചെയ്യണം കേട്ടോ. ഇനി നമ്മുടെ നോട്ട്ബുക്കിൽ എങ്ങനെയായിരുന്നെന്ന് നമുക്ക് നോക്കാം കേട്ടോ. ഇത് നമ്മുടെ 4 ലൈൻ ബുക്കാണ് കേട്ടോ. ഈ 4 ലൈൻ ബുക്കിൻ്റെ ഫസ്റ്റ് പേജ് നമ്മൾ നമ്മുടെ പേരൊക്കെ എഴുതുന്നു. അതിൻ്റെ രണ്ടാമത്തെ പേജ് എടുക്കുക. രണ്ടാമത്തെ പേജിൻ്റെ റൈറ്റ് സൈഡിൽ നമ്മൾ ഈ വലതുവശത്തുള്ള പേജ് എടുക്കുക. വലതുവശത്തുള്ള പേജിൽ ഏറ്റവും മുകളിലായിട്ട് നമുക്ക് എന്ത് ചെയ്യണം? ഡേറ്റ് എഴുതണം. ഇതാണ് നമ്മുടെ 4 ലൈൻ ബുക്ക്. 1, 2, 3, 4. ഈ 4 ലൈൻ ബുക്കിലാണ് നമ്മൾ ഇംഗ്ലീഷ് എഴുതുന്നത്. നമ്മൾ 4 ലൈൻ ബുക്കിൽ എഴുതുമ്പോൾ ഈ ഫസ്റ്റിലത്തെ 3 ലൈൻ മാത്രമേ യൂസ് ചെയ്യുന്നുള്ളൂ. 1, 2, 3. അപ്പോൾ നമ്മൾ ടോപ്പിൽ നിന്ന് സ്റ്റാർട്ട് ചെയ്ത് നമ്മൾ സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുകയാണ്. സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, സ്റ്റാൻഡിങ് ലൈൻ. നെക്സ്റ്റ് കോളം, സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം, സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. നെക്സ്റ്റ് കോളം, സ്റ്റാർട്ട് ഫ്രം ദ ടോപ്പ് ടു ബോട്ടം. ഇങ്ങനെ ഈ പേജ് കംപ്ലീറ്റ് നിങ്ങൾ എഴുതണം കേട്ടോ. നെക്സ്റ്റ് പേജിൽ നമുക്ക് എന്ത് ചെയ്യണമെന്നറിയാമോ? നെക്സ്റ്റ് പേജിൻ്റെ ഈ ഫസ്റ്റ് കോളത്തിൽ ഇനി സ്ലീപ്പിംഗ് ലൈൻ എഴുതണം. നമ്മൾ ഇനി സ്ലീപ്പിംഗ് ലൈനാണ് ഈ കോളത്തിൽ വരയ്ക്കാൻ പോകുന്നത്. സ്റ്റാർട്ട് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. നെക്സ്റ്റ് കോളത്തിലും നമ്മളിങ്ങനെ അറിയുന്നു സ്ലീപ്പിംഗ് ലൈൻ. സ്ലീപ്പിംഗ് ലൈൻ, ഈ കോളത്തിൽ നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ വരച്ചു. അങ്ങനെ ഈ പേജ് കംപ്ലീറ്റ് നമ്മൾ സ്ലീപ്പിംഗ് ലൈൻ വരയ്ക്കുന്നു. അത് കഴിഞ്ഞ് നെക്സ്റ്റ് പേജ് ടോപ്പ് എടുത്തു. ടോപ്പിൽ നമ്മൾ സ്ലാൻഡിങ് ലൈൻ നമ്മൾ വരയ്ക്കുന്നത്. അല്പം ചരിച്ചിട്ട് ഈ 3 ലൈൻ യൂസ് സ്ലാൻഡിങ് ലൈൻ. ഇങ്ങനെ നമ്മൾ സ്ലാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. അതിൻ്റെ താഴത്തെ ലൈൻ നമ്മൾ തിരിച്ച് ലെഫ്റ്റ് ആൻഡ് റൈറ്റും ഉണ്ട്. ഇനി നമ്മൾ അടുത്ത സ്റ്റാൻഡിങ് ലൈൻ വരയ്ക്കുന്നു. ഇങ്ങനെ കോളത്തിൽ മാത്രമേ വരയ്ക്കാവുള്ളൂ. ഈ 3 ലൈൻ മാത്രമേ യൂസ് ചെയ്യാവുള്ളൂ. അങ്ങനെ ഈ പേജ് കംപ്ലീറ്റ് ചെയ്യണം കേട്ടോ. ഈ 3 പേജും കംപ്ലീറ്റ് ചെയ്ത് ഈ പേജ് എല്ലാം കംപ്ലീറ്റ് ചെയ്ത് ഈ 3 പേജും കംപ്ലീറ്റ് ചെയ്ത് ഇതിൻ്റെ ഫോട്ടോ എടുത്ത് മിസ്സിന് അയച്ചു തരണം കേട്ടോ. ഇപ്പോൾ വേറെ ഒരു സബ്ജക്റ്റ് എഴുതാനില്ലല്ലോ. അപ്പം ഈ ഇംഗ്ലീഷ് 3 പേജ് നിങ്ങൾക്ക് എഴുതാനൊക്കെ ഭയങ്കര സന്തോഷമല്ലേ, ഭയങ്കര ഇഷ്ടമല്ലേ? അതുകൊണ്ട് ഈ 3 പേജും കംപ്ലീറ്റ് ചെയ്ത് അയച്ചു തരണം കേട്ടോ. ഓക്കെ, എല്ലാവരും ഈ ടെക്സ്റ്റ് ബുക്കിൽ തന്നിരിക്കുന്ന ആക്ടിവിറ്റീസൊക്കെ വരച്ച് നോക്കണം. കളർ ചെയ്യാനുള്ള നന്നായിട്ട് കളർ ചെയ്യണം. അത് കഴിഞ്ഞിട്ട് മിസ്സിന് സെൻഡ് ചെയ്ത് തരണം കേട്ടോ. കുറച്ച് കൂട്ടുകാരൊക്കെ ഹോംവർക്ക് ചെയ്ത് 1-2 പേരൊക്കെ ഹോംവർക്ക് അയച്ചു തരാത്തവരുണ്ട്. മിസ്സിന് അറിയാം അതാരാ അയച്ചു തരാത്തെന്നൊക്കെ കേട്ടോ. എല്ലാവരും അതുകൊണ്ട് ഇനി കൃത്യമായിട്ട് അയച്ചു തരണം കേട്ടോ. ഓക്കെ, ഹാവ് എ നൈസ് ഡേ.